ഹായ് സ്റ്റുഡൻസ്, ക്ലോത്തിങ് ത്രൂ ദ ഏജസ് എന്ന് പറഞ്ഞിട്ടുള്ള 4th യൂണിറ്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലോത്തിങ് ത്രൂ ഏജസ്, ഓരോ കാലഘട്ടത്തിലെയും വസ്ത്രങ്ങൾക്ക് വന്ന മാറ്റങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നത്. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കാണാൻ പറ്റും. ഒരു ഹ്യൂമൻ ബീയിങ്, ഒരു മനുഷ്യൻ, ഒരു കുഞ്ഞുണ്ട്, ഒരു തത്തയെ കാണാം, അതുപോലെ തന്നെ ഒരു ആട്ടിൻകുട്ടി, പിന്നെ ഒരു ആമ. ഇത്രയും ജീവികളുടെ പിക്ചേഴ്സ് ഇവിടെ ഉണ്ട്. ഒബ്സർവ് ദീസ് പിക്ചേഴ്സ്. ഈ പിക്ചേഴ്സ് നിങ്ങളോടൊന്ന് ഒബ്സർവ് ചെയ്യാനാണ്. ഹൗ ദീസ് ലിവിങ് ബീയിങ് സർവൈവ് സിറ്റുവേഷൻസ് ലൈക്ക് എക്സ്ട്രീം ഹീറ്റ്, അൺബെയറബിൾ കോൾഡ് എക്സെട്ര. ഈ ലിവിങ് ബീയിങ്സ്, ഈ ജീവനുള്ള വസ്തുക്കൾ എങ്ങനെയാണ് എക്സ്ട്രീമായിട്ടുള്ള കൊടും ചൂട്, അതുപോലെ തന്നെ കൊടും തണുപ്പിൽ നിന്നൊക്കെ രക്ഷ നേടുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദിച്ചത്. ഫർ ഓഫ് ഗോട്ട്, ആ ഗോട്ടിൻ്റെ ഒരു ഫർ, അതിൻ്റെ പുറത്തുള്ള ആ ഒരു രോമങ്ങൾ. ഫെദേഴ്സ് ഓഫ് പാരറ്റ്, പാരറ്റ് എങ്ങനെയാണ് അതിൻ്റെ തൂവലുകൾ. ടോട്ടോയ്സ് ഷെൽ, ആ പിക്ചറിൽ കാണാം ആമയുടെ പുറന്തോട്. പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ലൈക്ക് എ ക്ലോത്തിങ് ഇൻ അൺഫേവറബിൾ വെതർ കണ്ടീഷൻസ്. അൺഫേവറബിൾ ആയിട്ടുള്ള കാലാവസ്ഥ മാറ്റങ്ങൾക്കനുസരിച്ച് അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നതാണ്. ഇപ്പോൾ ഗോട്ടാണെങ്കിൽ ഗോട്ടിൻ്റെ ഫറ്, പാരറ്റിന് ആ ഫെദേഴ്സ്, ആമക്ക് അതിൻ്റെ ആ ഷെല്ലൊക്കെയാണ് അതിന് പ്രൊട്ടക്ഷൻ നൽകുന്നത്. ഹാവ് യു എവർ തോട്ട് അബൌട്ട് ദ വേ ഇൻ വിച്ച് ഹ്യൂമൻ ഫേസ് സച്ച് സിറ്റുവേഷൻ? നമ്മൾ മനുഷ്യർ എങ്ങനെയാണ് കൊടും തണുപ്പിനെയും ചൂടിനെയൊക്കെ നേരിടുന്നത്? നമ്മൾ ഓരോ കാലാവസ്ഥക്കും അനുയോജ്യമായിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുകയാണ് ചെയ്യാറ്. ക്ലോത്തിങ് നീഡഡ് ഫോർ ഹ്യൂമൻ had to be shaped with the materials available in nature. പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന പല വസ്തുക്കൾ ഉപയോഗിച്ച് ഓരോ കാലാവസ്ഥക്കനുസരിച്ച് നമ്മൾ ഡ്രസ്സുകൾ ഉണ്ടാക്കുന്നു. ഏർലി ഹ്യൂമൻസ് യൂസ് ലീവ്സ്, ബാർക്സ് ഓഫ് ട്രീസ് ആൻഡ് സ്കിൻ ഓഫ് അനിമൽസ് ആസ് ഡ്രസ്. പണ്ട് കാലത്തുണ്ടായിരുന്ന ആളുകൾ എന്താണ്, ഇലകൾ, അതുപോലെ തന്നെ ബാർക്ക്, മരങ്ങളുടെ തൊലി, അനിമൽസിൻ്റെ സ്കിന്നൊക്കെയാണ് ഡ്രസ്സായിട്ട് ഓരോ കാലാവസ്ഥക്കനുസരിച്ചും ഡ്രസ്സായിട്ട് യൂസ് ചെയ്ത് ഓരോ കാലാവസ്ഥകളിൽ നിന്നും പ്രൊട്ടക്ഷൻ നേടിയിരുന്നത്. വാട്ട് ടൈപ്സ് ഓഫ് ക്ലോത്തിങ് ഡു പീപ്പിൾ യൂസ് ടുഡേ? ഇന്ന് എന്തൊക്കെ തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ആളുകൾ യൂസ് ചെയ്യുന്നത്? എന്തൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈൽസും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് വസ്ത്രങ്ങളൊക്കെ നമ്മളെ ചുറ്റുമുണ്ട്. ഹൗ ഡസ് ക്ലോത്തിങ് ബിക്കം യൂസ്ഫുൾ ടു അസ്? എങ്ങനെയാണ് ക്ലോത്തിങ്, ഡ്രസ്സുകൾ, വസ്ത്രങ്ങൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്? എന്താണ് വസ്ത്രത്തിൻ്റെ ഉപയോഗം എന്നാണ് ചോദിച്ചത്. അവിടെ കുറച്ച് ലിസ്റ്റ് തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് ബാക്കി ആഡ് ചെയ്യാനാണ്. പ്രൊട്ടക്ഷൻ ഫ്രം കോൾഡ്, തണുപ്പിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ വസ്ത്രങ്ങൾ നമ്മളെ സഹായിക്കുന്നു. പ്രൊട്ടക്ഷൻ ഫ്രം ഹീറ്റ്, കഠിനമായ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ ഡ്രസ്സുകൾ സഹായിക്കുന്നു. മെയിൻറ്റെയിൻസ് ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഡ്രസ്സുകൾ സഹായിക്കുന്നു. പ്രൊട്ടക്ഷൻ ഫ്രം ഇൻസെക്റ്റ്, പല പ്രാണികളിൽ നിന്നും ജീവികളിൽ നിന്നൊക്കെ നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനും വസ്ത്രങ്ങൾ സഹായിക്കുന്നു. കീപ്സ് അസ് ക്ലീൻ, നമ്മളെ ക്ലീനായിരിക്കുക, വൃത്തിയോടെ പൊടിയും ചളിയൊന്നും ആവാതെ നമ്മളെ ബോഡിയെ സംരക്ഷിക്കാനും ഡ്രസ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. പ്രൊട്ടക്റ്റ് ഫ്രം ഡിസീസസ്, പലതരം അസുഖങ്ങളിൽ നിന്നും രക്ഷ തേടാനും വസ്ത്രങ്ങൾ സഹായിക്കുന്നു. ദ ക്ലോത്തിങ് വി യൂസ് ഹാസ് ലോങ് ഹിസ്റ്ററി. നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന വസ്ത്രങ്ങൾക്ക് ഒരു വലിയ ചരിത്രം തന്നെ ഉണ്ട്. ലെറ്റ്സ് സീ ഹൗ വി അറൈവ്ഡ് അറ്റ് ദ ഡിസൈൻ ഓഫ് ഡൈവേഴ്സ് ടൈപ്സ് ഓഫ് ക്ലോത്തിങ് ദാറ്റ് വി യൂസ് ടുഡേ. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന വ്യത്യസ്തമായ വൈവിധ്യമായിട്ടുള്ള ഡ്രസ്സുകളിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്നൊന്ന് നോക്കാം. ഒബ്സർവ് ദ പിക്ചേഴ്സ്. താഴെ തന്നിരിക്കുന്ന പിക്ചേഴ്സ് നിങ്ങളോട് ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. ഇതിലെന്താണ്, 3 ടൈപ്പ് ഓഫ് ആളുകളുണ്ട്. അവർ എന്ത് ടൈപ്പ് ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്? അതിൽ ഒന്നാമത്തെ ആൾ നോക്കുകയാണെങ്കിൽ ആൾ മരത്തിൻ്റെ തൊലി ഉപയോഗിച്ചുള്ള ഡ്രസ്സാണ്. രണ്ടാമത്തെ വ്യക്തി ഇലകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ വ്യക്തിയോ മൃഗങ്ങളുടെ തൊലികളാണ് യൂസ് ചെയ്തിട്ടുള്ളത് വസ്ത്രമായിട്ട്. വാട്ട് മെറ്റീരിയൽ ഡിഡ് ഏർലി ഹ്യൂമൻസ് യൂസ് ആസ് ക്ലോത്തിങ്? ആദിമ മനുഷ്യർ എന്തൊക്കെ മെറ്റീരിയൽസാണ് വസ്ത്രമായിട്ട് യൂസ് ചെയ്തിരുന്നത്? ബാർക്ക് ഓഫ് ട്രീസ്, മരങ്ങളുടെ തൊലി, ദെൻ ലീവ്സ്, ഇലകൾ, സ്കിൻ ഓഫ് അനിമൽസ്, അനിമൽസിൻ്റെ ഒക്കെ തൊലി യൂസ് ചെയ്തുകൊണ്ടും വസ്ത്രം ഉണ്ടാക്കിയിരുന്നു. ഹ്യൂമൻസ് യൂസ് ദ മെറ്റീരിയൽസ് ദേ ഗോട്ട് ഫ്രം ദെയർ സറൗണ്ടിങ്സ്. ആളുകൾ അവരുടെ ചുറ്റുപാടിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന മെറ്റീരിയൽസ്, വസ്തുക്കൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഡ്രസ്സ് ഉണ്ടാക്കിയിരുന്നത്. എന്ന് വെൻ ദേ ലിവ്ഡ് ബൈ ഹണ്ടിങ്, വേട്ടയാടിയൊക്കെ ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ആളുകൾ അവരുടെ ചുറ്റുപാടിൽ നിന്നും ലഭിക്കുന്ന വസ്തുക്കളാണ് ഡ്രസ്സായിട്ട് യൂസ് ചെയ്യുന്നത്. ദേ യൂസ്ഡ് ഗ്രാസ്, പുല്ല്, അതുപോലെ തന്നെ ബാർക്ക് ഓഫ് ട്രീസ്, മരങ്ങളുടെ തൊലി, മര ഉരി എന്ന് പറയും അതിന്. ആൻഡ് ഹൈഡ്, അനിമൽ സ്കിന്നിന് പറയുന്ന പേരാണ് ഹൈഡ്. ഇതൊക്കെയാണ് അവർ യൂസ് ചെയ്തിരുന്നത്. ഹോൺ ആൻഡ് ബോൺ ഓഫ് അനിമൽസ് വർ യൂസ്ഡ് ആസ് നീഡിൽസ് ആൻഡ് ടൂൾസ് ടു മേക്ക് ക്ലോത്ത്. വസ്ത്രങ്ങൾ നെയ്യാൻ നമ്മളിന്ന് സൂചിയൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം
അവർ യൂസ് ചെയ്യുന്ന എല്ലുകൾ, അതുപോലെ തന്നെ കൊമ്പുകളും, പല മൃഗങ്ങളുടെയും എല്ലുകളും കൊമ്പുകളൊക്കെയാണ് ആയുധമായിട്ട് യൂസ് ചെയ്തിരുന്നത്. During the period when the polished stones were used as weapons, stone needles helped to sew. ഇനി പോളിഷ്ഡ് ആയിട്ടുള്ള സ്റ്റോൺ, കല്ലൊക്കെ ആയുധമായിട്ട് യൂസ് ചെയ്യുന്നൊരു കാലം വന്നിരുന്നല്ലോ. ആ കാലത്ത് അവർ സ്റ്റോണാണ് നീഡിലായിട്ട് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ അവിടെ പിക്ചറിൽ കാണാൻ പറ്റും, അതൊരു സ്റ്റോൺ നീഡിലാണ്, കല്ലുകൊണ്ടുണ്ടാക്കിയൊരു സൂചിയാണ്. ദേ ആൾസോ മെയ്ഡ് ക്ലോത്ത്സ് ബൈ ക്ലീനിങ് ആൻഡ് സോഫ്റ്റനിങ് അനിമൽ സ്കിൻ ആൻഡ് ഫർ. അനിമലിൻ്റെ, മൃഗങ്ങളുടെ തൊലിയും അതുപോലെ തന്നെ ഫർ, അവരുടെ ആ ഒരു രോമം ഒക്കെ യൂസ് ചെയ്തിട്ടും ഇവർ ഡ്രസ്സ് ഉണ്ടാക്കിയിരുന്നു. ദ മേക്കിംഗ് ഓഫ് ക്ലോത്ത്സ് ബൈ ഏർലി ഹ്യൂമൻ വാസ് നോട്ട് ലൈക്ക് ദാറ്റ് ഓഫ് ടുഡേ. വാട്ട് കുഡ് ബി ദ റീസൺ? ഇന്ന് നമ്മൾ വസ്ത്രം ഉണ്ടാക്കുന്ന പോലെ ആയിരുന്നില്ല പണ്ടുള്ള ആളുകൾ വസ്ത്രം ഉണ്ടാക്കിയിരുന്നത്. എന്തായിരിക്കും അതിൻ്റെ കാരണം? ഇന്ന് നമുക്ക് ലഭിക്കുന്ന അത്രയും മെറ്റീരിയൽസോ മെഷീനറീസോ സൗകര്യങ്ങളോ ഒന്നും അന്നുണ്ടായിരുന്നില്ല. അവരവരുടെ ചുറ്റുപാടിൽ നിന്നും ലഭിക്കുന്ന സാധനങ്ങൾക്കനുസരിച്ചാണ് വസ്ത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. അതാണ് ഏറ്റവും വലിയൊരു റീസൺ. ടുവേർഡ്സ് വീവിങ് പറഞ്ഞാൽ ഡ്രസ്സുകൾ നെയ്തുണ്ടാക്കുക. ഇൻ ഏർലി ഡേയ്സ് ഫൈബേഴ്സ് കളക്റ്റഡ് ഫ്രം സറൗണ്ടിങ്സ് വർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ക്ലോത്ത്സ്. ഫൈബർ എന്ന് പറഞ്ഞാൽ നാരുകൾ, പ്രകൃതിയിൽ നിന്നും കളക്ട് ചെയ്യുന്ന നാരുകൾ ഉപയോഗിച്ചാണ് ഡ്രസ്സ് ഉണ്ടാക്കിയിരുന്നത്. ഫൈബേഴ്സ് വർ കമ്പൈൻഡ് ആൻഡ് സ്പൺ ടു മേക്ക് ലോങ് യാൺസ്. ഈ ഫൈബേഴ്സ് നൂൽക്കുക എന്നൊക്കെ പറയുന്ന പോലെ നൂറ്റുകൊണ്ട് ഉണ്ടാക്കി നൂലുകൾ പ്രിപ്പയർ ചെയ്യും ഈ ഫൈബറിൽ നിന്ന്. ഈ നൂലുകൾ യൂസ് ചെയ്തിട്ടാണ് പിന്നീട് ഡ്രസ്സ് ചെയ്യുന്നത്. വീവിങ് ഈസ് ദ ടെക്നിക്ക് ഓഫ് മേക്കിംഗ് ക്ലോത്ത്സ് വിത്ത് ദീസ് യാൺസ്. ഈ യാൺസ്, ഈ നൂലുണ്ടകൾ ഉപയോഗിച്ച് തുന്നിക്കാണ്ട് ഡ്രസ്സ് ഉണ്ടാക്കുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് വീവിങ്, നെയ്യുക എന്ന് പറയുന്നത്. ക്ലോത്തിങ് ഇൻ ദ ഇൻഡസ് വാലി. ഇൻഡസ് വാലിയിലുള്ളായിരുന്ന ഡ്രസ്സിനെ പറ്റിയാണ്. ദ ഇൻഡസ് വാലി വാസ് എൻ ആൻഷ്യൻറ്റ് റിവർ വാലി സിവിലൈസേഷൻ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ നോർത്ത് വെസ്റ്റേൺ പാർട്ടിലുണ്ടായിരുന്ന ഒരു ആൻഷ്യൻ റിവർ വാലി സിവിലൈസേഷൻ ആയിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന ഡ്രസ്സുകളെക്കുറിച്ചാണ് പറയുന്നത്. From the available evidences, it is assumed that the people of Indus Valley made clothing from cotton and wool. നമുക്ക് ലഭ്യമായിട്ടുള്ള എവിഡൻസസിൻ്റെ ബേസിൽ നമുക്ക് പറയാൻ പറ്റുന്നത് കോട്ടണിൽ നിന്നും അതുപോലെ വൂളിൽ നിന്നൊക്കെയാണ് ഇവർ വസ്ത്രങ്ങൾ നെയ്തെടുത്തിരുന്നത്. The dressed statues excavated from the reflect the clothing style of the people. അവിടെ നിന്ന് കുഴിച്ചെടുത്ത പല സ്റ്റാച്യൂസ്, പ്രതിമകളൊക്കെ, ആ പ്രതിമകൾക്കുണ്ടായിരുന്ന വസ്ത്രങ്ങൾ ഒക്കെ നോക്കുമ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ ആളുകൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളുടെ സ്റ്റൈലാണ് അറിയാൻ പറ്റുന്നത്. ആ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നല്ല ഡിസൈനുള്ള ഡ്രസ്സൊക്കെ ധരിച്ചിട്ടുള്ള സ്റ്റാച്യൂസാണ്. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് കോട്ടൺ വാസ് ട്രേഡഡ് ഫ്രം ഹിയർ ടു അതർ റീജിയൻസ്. മറ്റ് പ്രദേശങ്ങളിലേക്ക് കോട്ടൺ കയറ്റുമതി ചെയ്തിരുന്നു ഈ പ്രദേശത്തിൽ നിന്ന് എന്നും കൂടെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗ്രാജുവലി ദ ടെക്നിക് ഓഫ് വീവിങ് ബിക്കം മോർ ഡെവലപ്ഡ്. പതിയെ ഈ ഒരു വീവിങ് ടെക്നിക്ക് കൂടുതൽ ഡെവലപ്ഡ് ആയി തുടങ്ങി. ഇൻ ദ ഏർലി ഡേയ്സ് ക്ലോത്ത്സ് വർ മെയ്ഡ് ബൈ ഹാൻഡ്സ് യൂസിങ് യാൺസ് ഫ്രം കോട്ടൺ ആൻഡ് ജൂട്ട്. പണ്ട് കാലത്ത് എങ്ങനെയാണ് കോട്ടണിൽ നിന്നും അതുപോലെ ജൂട്ട് എന്ന് പറഞ്ഞ ഈ രണ്ട് മെറ്റീരിയലിൽ നിന്നും കൈ കൊണ്ട് നെയ്തിട്ടാണ് വസ്ത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ദേ റിയലൈസ് ദാറ്റ് ക്ലോത്ത്സ് വോവൻ ഫ്രം യാൺസ് വർ ബെറ്റർ ദാൻ അനിമൽ സ്കിൻ. അതിന് മുമ്പ് യൂസ് ചെയ്തിരുന്ന അനിമൽ സ്കിൻ, ഇപ്പം പല അനിമൽസിൻ്റെ തൊലികളെക്കാളും ഏറ്റവും മെച്ചമുള്ളത്, ഏറ്റവും ഉചിതമായത് ഇതുപോലെ നൂല് നെയ്തെടുത്തുണ്ടാക്കുന്ന ഡ്രസ്സുകളാണ് എന്ന് അവർ മനസ്സിലാക്കുകയാണ്. ദിസ് ലെഡ് ടു ദ സ്പ്രെഡ് ഓഫ് വോവൻ ക്ലോത്ത്. ദ മെത്തേഡ് ഓഫ് മേക്കിംഗ് ക്ലോത്ത്സ് യൂസിങ് വുഡൻ ലൂംസ് വാസ് ഡെവലപ്ഡ് ലേറ്റർ. ഇനി ഈ വുഡൻ ലൂംസ് യൂസ് ചെയ്തുകൊണ്ട് ക്ലോത്ത്സ് ഉണ്ടാക്കുന്നതും പിന്നീട് ഡെവലപ്ഡായി. The increase in the need of clothing led to the invention of weaving equipments. വസ്ത്രങ്ങളുടെ ആവശ്യകത കൂടിയപ്പോഴാണ് ഈ ഒരു വേവിങ് എക്യുപ്മെൻറ്റ്സ്, ഈ നെയ്ത്തിന് വേണ്ടിയിട്ടുള്ള പല ഉപകരണങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയത്. ദിസ് ഹെൽപ് ടു ഇൻക്രീസ് ദ സ്പ്രെഡ് ഓഫ് വീവിങ്. ഇത് വീവിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് എല്ലായിടത്തും എത്താൻ സഹായിച്ചു. ആൻഡ്ലൂം ക്ലോത്ത്സ് ആർ ക്ലോത്ത്സ് വോവൻ ഓൺ ഹാൻഡ്ലൂം യൂസിങ് യാൺസ്. ഹാൻഡ്ലൂം ക്ലോത്ത്സ് പറഞ്ഞാൽ കൈത്തറി, കൈ കൊണ്ട് നെയ്തുണ്ടാക്കുന്ന ഈ ഒരു ക്ലോത്ത്സ് യാൺസിൽ നിന്നും ഹാൻഡ്ലൂം യൂസ് ചെയ്തുകൊണ്ട് നെയ്തുണ്ടാക്കുന്ന ഇതാണ് ഈ ഹാൻഡ്ലൂം ക്ലോത്ത്സ്. ഇവിടെ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹാൻഡ്ലൂം എന്താണെന്ന്, ആ ഒരു പ്രോസസ്സ്. ഇതുപോലെ നെയ്തുണ്ടാക്കുന്ന ക്ലോത്ത്സാണ് ഹാൻഡ്ലൂം ക്ലോത്ത്സ്. പിന്നെ ഒരു പണ്ടത്തെ ഒരു സ്പിന്നിങ് മെഷീനും കൂടെ അവിടെ ഉണ്ട്. സ്പിന്നിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ ആ ഒരു യാൺ ഉണ്ടാക്കാൻ യൂസ് ചെയ്തിരുന്ന ആ ഒരു മെഷീൻ. ദ ഇൻവെൻഷൻ ഓഫ് ഹാൻഡ്ലൂം വാസ് എ ബ്രേക്ക് ത്രൂ ഇൻ ദ ഫീൽഡ് ഓഫ് ക്ലോത്ത്സ് മാനുഫാക്ചറിങ്. ഹാൻഡ്ലൂം കണ്ടെത്തിയത് എന്താണ്? ക്ലോത്ത് മാനുഫാക്ചറിങ്, ക്ലോത്ത് ഉണ്ടാക്കുന്ന ആ ഒരു മേഖലയിൽ വലിയൊരു നേട്ടമായിരുന്നു. ക്ലോത്ത്സ് വർ കളേർഡ് വിത്ത് എ ഡൈ മെയ്ഡ് ഫ്രം ഇൻഡിഗോ പ്ലാന്റ്. ഇൻഡിഗോ പ്ലാന്റ് എന്ന് പറഞ്ഞ ഒരു ചെടിയിൽ നിന്നാണ് ഇവർ ഈ വസ്ത്രങ്ങൾക്ക് നിറം നൽകിയിരുന്നത്. ദ ടെക്നിക് ഓഫ് വീവിങ് ബിക്കം മോർ പോപ്പുലർ ഓവർ ഇയേഴ്സ്. വർഷങ്ങൾ കടന്നു പോയപ്പോൾ ഈ ഒരു വീവിങ് ടെക്നിക്ക് എന്താണ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ തുടങ്ങി. അവിടെ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കോട്ടൺ പ്ലാന്റ്. ഈ കോട്ടൺ പ്ലാന്റിൽ നിന്നും
ആണ് കോട്ടൺ ഉണ്ടാക്കി ആ കോട്ടണിൽ നിന്നും ഇതുപോലത്തെ നൂലുകൾ നെയ്തെടുക്കുന്നു. കോട്ടൺ ഈസ് യൂസ്ഡ് ടു മേക്ക് ക്ലോത്തിങ് ആൾ ഓവർ ദ വേൾഡ്. ലോകത്തിൽ എല്ലായിടത്തും കോട്ടൺ വസ്ത്രങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കോട്ടൺ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം കോട്ടൺ പ്ലാന്റ്. കോട്ടൺ പ്ലാന്റിൽ നിന്നും ആണ് ഈ കോട്ടൺ ലഭിക്കുന്നത്. ആൻഡ് ഇസ് കൺവേർട്ടഡ് ടു യാൺ. അത് പിന്നീട് യാണാക്കി മാറ്റുന്നു. ആ യാൺ യൂസ് ചെയ്ത് ക്ലോത്ത് ആക്കുന്നു. കോട്ടൺ ഹാസ് ബീൻ കൾട്ടിവേറ്റഡ് ഇൻ ഇന്ത്യ സിൻസ് ആൻഷ്യൻ ടൈം. ആൻഷ്യൻ ടൈം മുതൽ ഇന്ത്യയിൽ കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു മെറ്റീരിയലാണ് ജൂട്ട്. ജൂട്ട് ഇസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ജൂട്ട് പ്ലാന്റ്. ജൂട്ട് പ്ലാന്റിൽ നിന്നാണ് ജൂട്ട് നിർമ്മിക്കുന്നത്. ജൂട്ട് എന്താണ്? ഒരു നാച്ചുറൽ ഫൈബറാണ്, പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു നാരാണ്. മോസ്റ്റ് ഓഫ് ദ വേൾഡ്സ് ജൂട്ട് കൾട്ടിവേഷൻ ഇസ് ഓൺ ദ ഫെർട്ടൈൽ ബാങ്ക്സ് ഓഫ് റിവർ ഗാംഗസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഗംഗാ നദിയുടെ തീരത്തായിട്ടാണ് അധികവും ഈ ഒരു ജൂട്ട് കൾട്ടിവേഷൻ നടക്കുന്നത്. ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ജൂട്ട് വർ ടേക്കൺ ഫ്രം ഇന്ത്യ ബൈ ഫോറിനേഴ്സ് ഫോർ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ഫോറിനേഴ്സ്, വിദേശികൾ ഇന്ത്യയിൽ നിന്നും ഒരുപാട് ജൂട്ട് ഈ ഒരു ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയിൽ വസ്ത്രനിർമ്മാണത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ദെൻ ഇൻഡിഗോ, വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റാണ് ഇൻഡിഗോ. എ ഡൈ മെയ്ഡ് ഫ്രം ഇൻഡിഗോ പ്ലാന്റ് വാസ് യൂസ്ഡ് ടു കളർ ക്ലോത്ത്സ്. വസ്ത്രങ്ങൾക്ക് നിറം നൽകാനാണ് ഈ ഇൻഡിഗോ പ്ലാന്റ് യൂസ് ചെയ്യുന്നത്. ലേറ്റർ വേരിയസ് പിഗ്മെൻറ്റ് വർ മിക്സ്ഡ് വിത്ത് ഇൻഡിഗോ ടു മേക്ക് ഡിഫറെൻറ്റ് കളേഴ്സ്. പിന്നീട് എന്താണ്, ഡിഫറെൻറ്റ് കളേഴ്സ് ഈ ഇൻഡിഗോയുമായിട്ട് മിക്സ് ചെയ്ത് പല പല കളേഴ്സ് വേറെ ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഡിഫറെൻറ്റ് കളേർഡ് ആയിട്ടുള്ള ഡ്രസ്സസൊക്കെ വരാൻ തുടങ്ങിയത്. There are many handloom centers in Kerala too. കേരളത്തിലും ഒരുപാട് ഹാൻഡ്ലൂം സെൻറ്റേഴ്സ് ഉണ്ട്. അതിന് കുറച്ച് എക്സാമ്പിൾസാണ് അടുത്ത് തന്നിട്ടുള്ളത്. ബാലരാമപുരം ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്ട്. തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം ഒരു ഹാൻഡ്ലൂമുള്ള സ്ഥലമാണ്. ദെൻ കുത്തമ്പുള്ളി ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട്. തൃശ്ശൂർ ജില്ലയിലുള്ള കുത്തമ്പുള്ളി ആൻഡ് കണ്ണൂർ ആർ ദ മേജർ ഹാൻഡ്ലൂം സെൻറ്റേഴ്സ്. ഈ ഒരു 3 മേജർ ഹാൻഡ്ലൂം സെൻറ്റേഴ്സാണ് കേരളത്തിലുള്ളത്. ഹാൻഡ്ലൂം ക്ലോത്തിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ. The progress in science has led to the invention of new machines in the field of cloth manufacturing. സയൻസിലുള്ള പ്രോഗ്രസ്, സയൻസ് ഒന്നും കൂടെ മെച്ചപ്പെട്ട് വന്നപ്പോൾ ഈ ഒരു ക്ലോത്തിങ് ഇൻഡസ്ട്രിയിൽ, ഈ ഡ്രസ്സ് ഉണ്ടാക്കുന്നതിൽ കൂടുതൽ മെഷീൻസൊക്കെ കണ്ടു തുടങ്ങി. ദ സ്പിന്നിങ് ജെനി സീൻ ഇൻ ദ പിക്ചർ ഇസ് വൺ സച്ച് എ മെഷീൻ. അതുപോലെ നിർമ്മിക്കപ്പെട്ട ഒരു മെഷീനാണ് സ്പിന്നിങ് ജെന്നി. ആ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം. സ്പിന്നിങ് ജെന്നി വാസ് ഇൻവെൻറ്റഡ് ബൈ ജെയിംസ് ഹാർഗ്രീവ്സ്. ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി ഇൻവെൻറ്റ് ചെയ്തത് കേട്ടോ. ഓരോന്നും ഇൻവെൻറ്റ് ചെയ്ത ആളുകളുടെ പേര് പഠിക്കണം. ദ ഹാൻഡ് മെയ്ഡ് യാൺ പ്രൊഡക്ഷൻ വാസ് നോട്ട് ഇനഫ് ടു മീറ്റ് ദ ഡിമാൻഡ് ഓഫ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അറ്റ് ദാറ്റ് ടൈം. അന്നുള്ള ആ ഒരു ആളുകളുടെ വസ്ത്രത്തിനുള്ള ഒരു ഡിമാൻഡ് ഇല്ലാതാക്കാൻ ആ ഒരു കൈ കൊണ്ടുണ്ടാക്കുന്ന യാണിന് കഴിയാതെ വന്നു. അത്രയും ആളുകൾക്ക് വസ്ത്രങ്ങൾ ആവശ്യമുണ്ടായതുകൊണ്ട് തന്നെ കൈകൊണ്ട് നിർമ്മിക്കുമ്പോൾ കുറേ സമയം എടുക്കുകയാണ്. ഈ ഒരു പ്രശ്നം വന്നപ്പോഴാണ് സ്പിന്നിങ് ജെന്നി ഉണ്ടാക്കിയത്. ദ ഇൻവെൻഷൻ ഓഫ് സ്പിന്നിങ് ജെന്നി ആക്സിലറേറ്റഡ് ദ പ്രൊഡക്ഷൻ ഓഫ് യാൺ. ഈ ഒരു പ്രൊഡക്ഷൻ, യാൺ പ്രൊഡക്ഷൻ ഒന്നുകൂടെ ആക്സിലറേറ്റ് ചെയ്യാൻ സ്പീഡപ്പ് ആക്കി ഈ ഒരു സ്പിന്നിങ് ജെന്നി എന്ന ഉപകരണം വന്നപ്പോൾ. ദ റൈസ് ഇൻ പോപ്പുലേഷൻ ഇൻക്രീസ് ദ ഡിമാൻഡ് ഓഫ് ക്ലോത്തിങ്. പോപ്പുലേഷൻ, നമ്മുടെ ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് വസ്ത്രങ്ങളുടെ ഡിമാൻഡും കൂടും. ന്യൂ മെഷീൻസ് ബിക്കെയിം എ പാർട്ട് ഓഫ് വീവിങ്. വീവിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് എന്താണ്, പുതിയ മെഷീൻസ് വരാൻ തുടങ്ങി. ഇറ്റ് റെഡ്യൂസ്ഡ് ഹ്യൂമൻ എഫേർട്ട്. ആളുകളുടെ ഒരു അധ്വാനം, കഠിനാധ്വാനം കുറക്കാനും ഈ മെഷീൻസ് സഹായിച്ചു. ദ ഹാൻഡ്ലൂം വാസ് ലേറ്റർ റീപ്ലേസ്ഡ് ബൈ പവർ ലൂം. ഹാൻഡ്ലൂമുകൾ പിന്നീട് പവർ ലൂം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെഷീനായിട്ട് മാറുകയാണ്. പവർ ലൂം ഈ പിക്ചറിൽ കാണാം. പവർ ലൂം വാസ് ഇൻവെൻറ്റഡ് ബൈ എഡ്മണ്ട് കാർട്ട്റൈറ്റ്. പവർ ലൂം കണ്ടെത്തിയത് ആരാണ്? എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ്. ദ പവർ ലൂം ഇസ് ഓപ്പറേറ്റഡ് എയ്തർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി ഓർ സം അതർ എനർജി സോഴ്സസ്. ഒന്നല്ലെങ്കിൽ വൈദ്യുതിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും എനർജി സോഴ്സ് ഉപയോഗിച്ചു കൊണ്ടാണ് ഈ പവർ ലൂം വർക്ക് ചെയ്തിരുന്നത്. പവർ ലൂം ക്യാൻ പ്രൊഡ്യൂസ് മോർ ക്ലോത്ത് മച്ച് ഫാസ്റ്റർ ദാൻ ഹാൻഡ്ലൂം. ഹാൻഡ്ലൂമിനെക്കാളും ഫാസ്റ്റർ ആയിക്കൊണ്ട് ഒരുപാട് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഈ ഒരു പവർ ലൂമിന് കഴിയുമായിരുന്നു. ഈ ഒരു പിക്ചറിൽ കാണുന്നത് മെക്കനൈസ്ഡ് ക്ലോത്ത് മാനുഫാക്ചറിങ് ആണ്. മെഷീൻസ് യൂസ് ചെയ്തുകൊണ്ട് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി പോലുള്ള സ്ഥലങ്ങളുടെ പിക്ചറാണ്. The Europeans traveled to different parts of the world in search of markets to sell clothes produced as a result of mechanization. യൂറോപ്യൻസ് എന്നാണ് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് ഇവർ മെഷീൻസ് യൂസ് ചെയ്തുണ്ടാക്കിയ ഈ ഒരു വസ്ത്രങ്ങൾ വിൽക്കാൻ തുടങ്ങുകയാണ്. ആസ് പാർട്ട് ഓഫ് ഇറ്റ് ദേ റീച്ച്ഡ് ഇന്ത്യ ആൾസോ. അങ്ങനെ അവർ ഇന്ത്യയിലും എത്തിയിരുന്നു. ദേ ടുക്ക് റോ മെറ്റീരിയൽസ് നീഡഡ് ഫോർ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഫ്രം ഇന്ത്യ ടു യൂറോപ്പ്. ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് വസ്ത്രനിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് അവർ കളക്ട് ചെയ്ത് കൊണ്ടുപോകും. എന്നിട്ടോ ക്ലോത്ത് they produced though with the help of the machines were sold in India. അവരുടെ നാട്ടിൽ പോയിട്ട് ഈ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് മെഷീൻസ് കൊണ്ടുണ്ടാക്കിയ ക്ലോത്ത്സ് തിരിച്ച് ഇന്ത്യയിൽ വന്ന് അവർ വിൽക്കുകയും ചെയ്യും. ദ യൂറോപ്യൻസ്. യൂറോപ്പ് is one of the 7 continents
7 കോണ്ടിനെൻസിൽ നിന്ന് ഒന്നാണ് യൂറോപ്പ്. ദ പീപ്പിൾ ഓഫ് ദ കോണ്ടിനെൻ്റ് ആർ കാൾഡ് യൂറോപ്യൻസ്. അവിടെ ആളുകളെയാണ് നമ്മൾ യൂറോപ്യൻസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലുള്ള ആളുകൾ നമ്മൾ ഇന്ത്യൻസ് എന്ന് വിളിക്കുന്നത് പോലെ. പോർച്ചുഗീസ്, ഡച്ച്, ദ ഇംഗ്ലീഷ് ആൻഡ് ദ ഫ്രഞ്ച്, ഇത്രയും ആളുകൾ എന്താണ് കെയിം ടു ഇന്ത്യ ഫ്രം യൂറോപ്പ് ഫോർ ട്രേഡിന് വേണ്ടിയിട്ട്, കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇവരൊക്കെ യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ദേ കോളനൈസ്ഡ് ഇന്ത്യയെ അവർ കോളനിയാക്കി മാറ്റി. ആൻഡ് ടുക്ക് റോ മെറ്റീരിയൽസ് ഫ്രം ഹിയർ ടു ദെയർ ലാൻഡ്സ്. ഇന്ത്യയിൽ നിന്നും റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് അവർ അവരുടെ നാട്ടിലേക്ക് കയറ്റുമതി ചെയ്തു. എമംഗ് ദം ദ ഇംഗ്ലീഷ് കോളനൈസ്ഡ് ഇന്ത്യ ഫോർ ലോങ്ങസ്റ്റ് ടൈം. ഇവരുടെ കൂട്ടത്തിൽ ഇംഗ്ലണ്ടുകാരാണ് ഇന്ത്യയെ ഏറ്റവും കൂടുതൽ കാലം കോളനിയായിട്ട് വെച്ചത്. ദ ചേഞ്ചസ് ഇൻ ദ സൊസൈറ്റി ആൾസോ ഹാഡ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്ട്സ് ഓൺ ദ ക്ലോത്ത് മാനുഫാക്ചറിങ്. നമ്മുടെ സൊസൈറ്റിയിൽ വരുന്ന മാറ്റങ്ങൾ ഇതും ഈ ഒരു ഡ്രസ്സ് നിർമ്മിക്കുന്നതിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ദ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ ക്ലോത്തിങ് ലെഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് മോർ അഡ്വാൻസ്ഡ് വേവിങ് മെഷീൻസ്. കാരണം എന്താണ്, വസ്ത്രങ്ങളുടെ ഡിമാൻഡ്, വസ്ത്രങ്ങളുടെ ആവശ്യകത കൂടുന്നതിനനുസരിച്ച് ഈ ഒരു വസ്ത്രനിർമ്മാണത്തിലും ഒരുപാട് മെച്ചങ്ങൾ വരുന്നുണ്ട്. മെഷീൻസൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഷീൻസ്. ഈ മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരുപാട് പ്രൊഡക്ഷൻ കൂടി. ക്ലോത്ത്സ് വിത്ത് ബെറ്റർ ക്വാളിറ്റി ആൻഡ് വെറൈറ്റി റീച്ച്ഡ് മോർ പീപ്പിൾ. കൂടുതൽ ക്വാളിറ്റിയുള്ള അതുപോലെ തന്നെ കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകൾ ആളുകളിലേക്ക് എത്താൻ തുടങ്ങി. ആർട്ടിഫിഷ്യൽ ഡൈസ് ബിഗാൻ ടു ബി യൂസ് ടു കളർ ക്ലോത്ത്സ്. ഇൻഡിഗോ ആയിരുന്നു ആദ്യം യൂസ് ചെയ്യുന്നത്, ആ പ്ലാന്റിൽ നിന്ന്. പക്ഷേ അതിന് പകരം എന്താണ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സ് വരെ ഇപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. നമ്മൾ പിക്ചറിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രസ്സും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സൊക്കെ കാണാം. The color varieties found in most of our clothing we use today were made by mixing these type of dyes. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡൈസ്, കളർ ചെയ്യുന്ന ഡൈസ് മിക്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന വസ്ത്രങ്ങൾക്ക് പല നിറങ്ങളും ഉണ്ടാകുന്നത്. നോട്ടീസ് ദ ക്വാളിറ്റേറ്റീവ് ചേഞ്ചസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ടെക്സ്റ്റൈൽ ഫീൽഡ് വെൻ ദ മെഷീൻസ് ബിഗാൻ ടു ബി യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് ക്ലോത്ത്സ്. വസ്ത്രനിർമ്മാണത്തിൽ മെഷീൻസ് യൂസ് ചെയ്തപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ചേഞ്ചസ് ബ്രോട്ട് ബൈ ദ യൂസ് ഓഫ് മെഷീനറി ഇൻ ദ മാനുഫാക്ചർ ഓഫ് ക്ലോത്ത്സ്. എന്തൊക്കെ മാറ്റങ്ങളാണ് മെഷീൻസ് യൂസ് ചെയ്തപ്പോൾ വന്നത്? ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്ത്സ്. വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നത് കൂടി. റിഡക്ഷൻ ഓഫ് ഹ്യൂമൻ ലേബർ. മനുഷ്യൻ്റെ അധ്വാനം കുറഞ്ഞു. ഡൈവേഴ്സിറ്റി ഇൻ ക്ലോത്തിങ്. വൈവിധ്യങ്ങൾ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് വരാൻ തുടങ്ങി. ദെൻ ക്വാളിറ്റി ഓഫ് ക്ലോത്തിങ്. വസ്ത്രങ്ങളുടെ ക്വാളിറ്റി, ഗുണനിലവാരം മെച്ചപ്പെട്ടു. ദെൻ സ്പ്രെഡ് ഓഫ് ക്ലോത്തിങ്. ആ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് എല്ലായിടത്തും സ്പ്രെഡായി. ദെൻ അഫോർഡബിൾ ക്ലോത്ത്സ്. കൂടുതൽ അഫോർഡബിളായിട്ട് അധികം വിലയില്ലാതെ ക്ലോത്ത്സ് ലഭിക്കാൻ തുടങ്ങി. ദെൻ റെഡ്യൂസ് മെറ്റീരിയൽ വേസ്റ്റ്. റോ മെറ്റീരിയൽ മാക്സിമം യൂസ് ചെയ്യാൻ തുടങ്ങി മെഷീൻസ് ആയപ്പോൾ. ഹാൻഡ്ലൂം, കൈ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് മെറ്റീരിയൽ വേസ്റ്റുകളൊക്കെ വന്നിരുന്നു. ഡിസ്കസ് ദ ചേഞ്ചസ് ഇൻ ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ബ്രോട്ട് എബൌട്ട് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് മെഷീൻസിന് ശേഷം എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ വന്ന മാറ്റങ്ങൾ. ബോത്ത് നേച്ചുറൽ ആൻഡ് സിന്തറ്റിക് ഫൈബേഴ്സ് ആസ് യൂസ്ഡ് ടു മാനുഫാക്ചർ ക്ലോത്ത്സ്. വസ്ത്രനിർമ്മാണത്തിന് നേച്ചറിൽ നിന്ന് കിട്ടുന്ന ഫൈബേഴ്സും അതുപോലെ തന്നെ സിന്തറ്റിക്കായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഫൈബറുകളും നാരുകളും ഉപയോഗിച്ചിരുന്നു. നാച്ചുറൽ ഫൈബേഴ്സ് ആർ പ്രൊഡ്യൂസ് ഫ്രം അനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ഈ നേച്ചുറൽ ഫൈബർ മൃഗങ്ങളിൽ നിന്നും പ്ലാന്റ്സിൽ നിന്നുമാണ് ഉൽപ്പാദിച്ചിട്ടുള്ളത്. ദ ഡിസ്കവറി ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ് ലെഡ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ടെക്സ്റ്റേഴ്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് ക്ലോത്ത്സ്. അതായത് സിന്തറ്റിക് ഫൈബേഴ്സ് വന്നതോടുകൂടി വസ്ത്രങ്ങൾക്ക് ഡിഫറെൻറ്റ് ക്വാളിറ്റി, ഡിഫറെൻറ്റ് ടെക്സ്ചർ, പല ടൈപ്പ് ഓഫ് ക്ലോത്തുകൾ വരാൻ തുടങ്ങി. ദ യൂസ് ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ് സച്ച് ആസ് പോളിസ്റ്റർ ആൻഡ് നൈലോൺ ഹെൽപ്പ് ടു മേക്ക് ക്ലോത്തിങ് മോർ ഡ്യൂറബിൾ ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ്. ക്ലോത്ത് കൂടുതൽ ഡ്യൂറബിൾ, കൂടുതൽ കാലം നിലനിൽക്കാനും അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ്, വില അനുയോജ്യമായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ വരാൻ തുടങ്ങി. ഈ ഒരു നൈലോൺ അതുപോലെ പോളിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലോത്തുകളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ. ഫൈബേഴ്സ് യൂസ്ഡ് ഇൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്തത് നാരുകൾ. ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? നേച്ചുറൽ ഫൈബേഴ്സും സിന്തറ്റിക് ഫൈബേഴ്സും. നേച്ചുറൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതെവിടെ നിന്നൊക്കെയാണ്? അനിമൽസിൽ നിന്നും പ്ലാന്റ്സിൽ നിന്നുമാണ്. അനിമൽസിൽ നിന്നുള്ള എക്സാമ്പിൾ എന്താണ്? വൂൾ ഉണ്ടാക്കുന്നത് ഷീപ്പിൽ നിന്നാണ്. ചെമ്മരിയാടിൻ്റെ ആ ഒരു തൊലി യൂസ് ചെയ്തിട്ടാണ്, അതിൻ്റെ പുറത്തുള്ള ആ ഒരു രോമം യൂസ് ചെയ്തിട്ടാണ് വൂൾ ഉണ്ടാക്കുന്നത്. ദെൻ സിൽക്ക് ഉണ്ടാക്കുന്നത് സിൽക്ക് വോംസിൽ, പട്ടുനൂൽ പുഴുവിൽ നിന്നാണ് പട്ടുണ്ടാക്കുന്നത്. ദെൻ പ്ലാന്റ്സിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോട്ടൺ ആൻഡ് ജൂട്ട് ഫൈബേഴ്സ് ഉണ്ട്. കോട്ടൺ പ്ലാന്റിൽ നിന്നും ജൂട്ട് പ്ലാന്റിൽ നിന്നും ഉണ്ടാക്കുന്നു. ഇതാണ് നാച്ചുറൽ ഫൈബേഴ്സിൻ്റെ എക്സാമ്പിൾ. ഇനി സിന്തറ്റിക് ഫൈബേഴ്സ് ആണെങ്കിലോ, സിന്തറ്റിക് ഫൈബേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം കെമിക്കൽസ് സച്ച് എസ് പെട്രോളിയം പോലുള്ള കെമിക്കൽസിൽ നിന്നാണ് സിന്തറ്റിക് ഫൈബേഴ്സ് നിർമ്മിക്കുന്നത്. സിന്തറ്റിക് ഫൈബേഴ്സ് ആർ ജനറലി ലെസ് എക്സ്പെൻസീവ് ടു പ്രൊഡ്യൂസ്
ക്ലോത്ത്സ് ദാൻ നാച്ചുറൽ ഫൈബേഴ്സ്. സിന്തറ്റിക് ഫൈബേഴ്സ് ലെസ് എക്സ്പെൻസീവ് ആണ്. നാച്ചുറൽ ഫൈബറിൻ്റെ അത്രയും പൈസ വരുന്നില്ല ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ് ആൾസോ ഹാസ് അഡ്വാൻറ്റേജ് ഓഫ് നോട്ട് റിംഗ്ലിങ് ക്വിക്ക്ലി. പെട്ടെന്ന് ചുരുങ്ങി പോകുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഈ ഒരു സിന്തറ്റിക് ഫൈബർ യൂസ് ചെയ്തുണ്ടാക്കുന്ന ക്ലോത്ത്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? പോളിസ്റ്റർ, നൈലോൺ, റയോൺ, ഇതൊക്കെ നമുക്കിപ്പോൾ ലഭിക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലോത്ത്സാണ്. നമ്മളിപ്പോൾ ഉള്ള വസ്ത്രങ്ങളൊക്കെ ഈ ഒരു മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. Complete the table by finding the organisms and plants from which natural fibers are produced. Natural fibers പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസവും പ്ലാന്റ്സിനൊക്കെ യൂസ് ചെയ്ത് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. വൂൾ എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്? ഷീപ്പിൽ നിന്നാണ്. ദെൻ സിൽക്ക് വാം കോട്ടൺ പ്ലാന്റിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ജൂട്ട് വരുന്നത് ജൂട്ട് പ്ലാന്റ്സിൽ നിന്നുമാണ്. കളക്ട് സ്ക്രാപ്പ് പീസസ് ഓഫ് ക്ലോത്ത്സ് ബൈ വിസിറ്റിംഗ് എ ടൈലറിംഗ് ഷോപ്പ് ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ അടുത്തുള്ള ഒരു ടൈലറിംഗ് ഷോപ്പ് പോയിട്ട് അവിടുന്ന് ചെറിയ ക്ലോത്തിൻ്റെ കട്ട് പീസസൊക്കെ കളക്ട് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ദ ക്ലോത്ത്സ് മെയ്ഡ് ഫ്രം നാച്ചുറൽ ഫൈബേഴ്സ് ആൻഡ് സിന്തറ്റിക് ഫൈബേഴ്സ്. സിന്തറ്റിക് ഫൈബേഴ്സ് ഉണ്ടാക്കിയതും നാച്ചുറൽ ഫൈബേഴ്സ് ഉണ്ടാക്കിയതായിട്ടുള്ള ക്ലോത്തിനെ വേർതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പീസ് ദം ഓൺ ചാർട്ട് ആൻഡ് ഡിസ്പ്ലേ ഇൻ ടു യുവർ ക്ലാസ്സിൽ ഒരു ചാർട്ടിൽ ഒട്ടിച്ച് കൊണ്ട് അത് ഡിസ്പ്ലേ ചെയ്യാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക. ഡൈവേഴ്സിറ്റി ഇൻ ക്ലോത്തിങ്. ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വൈവിധ്യങ്ങളാണ്, വസ്ത്രത്തിലുള്ള വൈവിധ്യങ്ങൾ. ഡോണ്ട് വി വിയർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് ദാറ്റ് സ്യൂട്ട് ഡിഫറെൻറ്റ് ക്ലൈമറ്റ്. ഓരോ കാലാവസ്ഥക്കനുസരിച്ചും വ്യത്യസ്തമായിട്ടുള്ള ക്ലോത്തുകളല്ലേ നമ്മൾ ധരിക്കുന്നത്. ഇപ്പോൾ ചൂടുള്ള സമയത്താണ് നമ്മൾ കോട്ടൺ ഡ്രസ്സുകളൊക്കെ ധരിക്കും. തണുപ്പുള്ള സമയത്താണെങ്കിലും കുറച്ച് കട്ടിയിട്ടുള്ള ഡ്രസ്സുകളാണ് നമ്മൾ ധരിക്കുക. ആർ ദ ഡിഫറൻസസ് ഇൻ ക്ലോത്തിങ് ഓൺലി ഡ്യൂ ടു ചേഞ്ച് ഇൻ ക്ലൈമറ്റ്. ഈ വസ്ത്രങ്ങളിൽ വരുന്ന മാറ്റം ഈ ഒരു കാലാവസ്ഥ മാത്രം നോക്കിക്കൊണ്ടാണോ? വേറെ എന്തൊക്കെ രീതിയിൽ വസ്ത്രങ്ങളിൽ മാറ്റങ്ങൾ വരാം? ഒബ്സർവ് ദ ഗിവൺ പിക്ചേഴ്സ്. ഫൈൻഡ് ഔട്ട് ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ഈച്ച് ടൈപ്പ് ഓഫ് ക്ലോത്തിങ് ഇസ് യൂസ്ഡ്. റൈറ്റ് ദ കറസ്പോണ്ടിങ് നമ്പർ ഓഫ് ദ പിക്ചർ ഇൻ ദ ടേബിൾ. ഇതിൽ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇവർ ഓരോ ആളുകൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് ആണ്. എന്തൊക്കെ സിറ്റുവേഷനിലാണ് ഇവർ ഇത്തരത്തിലുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് താഴെയുള്ള ബോക്സ് ഫില്ല് ചെയ്യാനാണ്. അതിൽ ഫസ്റ്റത്തെ പിക്ചർ എന്താണ്? ഒരു തണുത്ത കാലാവസ്ഥയിൽ യൂസ് ചെയ്യുന്ന ഡ്രസ്സാണ്. ദെൻ സെക്കൻഡ് ഒരു ജോലിയുടെ ഭാഗമാണ്. തേർഡ് ഒരു പോലീസിൻ്റെ ഡ്രസ്സ് കാണാം. ദെൻ ഫിഫ്ത്ത് ഒരു ഡോക്ടറാണ്. സിക്സ്ത് എന്താണ്? മഴ, റെയിൻകോട്ടാണ്. അങ്ങനെ പല ടൈപ്പ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ് അവിടെ തന്നിട്ടുള്ളത്. ഈ ടേബിൾ എന്താണെന്ന് നോക്കാം. ക്ലൈമറ്റ്, കാലാവസ്ഥയുടെ ബേസിൽ അവിടെ ഏതൊക്കെ ഡ്രസ്സുണ്ട്? ഫസ്റ്റ് വൺ തണുപ്പുള്ള കാലാവസ്ഥയിലുള്ളതാണ്. അപ്പോൾ ആ ഫസ്റ്റ് വണ്ണ് കാലാവസ്ഥേനെ ബേസ് ചെയ്തിട്ടാണ്. ദെൻ സിക്സ്ത് വൺ മഴ, റെയിൻകോട്ട് മഴ വന്നപ്പോൾ ഉള്ളതാണ്. അപ്പോൾ അതും ഒരു കാലാവസ്ഥേനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ 1ഉം 6ഉമാണ് ക്ലൈമറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി, അതിനുള്ളതാണ് ആ ഒരു ഫോർത്ത് പിക്ചർ, ആ ഒരു ഡ്രസ്സ്. ദെൻ അതോറിറ്റി ഓർ സ്റ്റേറ്റസ്, ഒരാളുടെ പദവി, അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പവർ എന്നുള്ള ആളിൽ പോലീസിൻ്റെ ഡ്രസ്സ്, തേർഡ് പിക്ചർ. ദെൻ എംപ്ലോയ്മെൻറ്റ്, ജോലിയുടെ ബേസിലുള്ള ഡ്രസ്സുകൾ ഏതൊക്കെയാണ്? ഡോക്ടറിൻ്റെ ഡ്രസ്സും അതുപോലെ തന്നെ വക്കീലിൻ്റെ ഒരു കോട്ടും. 2ഉം 5ഉമാണ് എംപ്ലോയ്മെൻറ്റിൻ്റെ ബേസ് ചെയ്തിട്ട് വരിക. പ്രിപ്പയർ ആൻ ആൽബം ബൈ കളക്ടിങ് പിക്ചേഴ്സ് ഇൻഡിക്കേറ്റിംഗ് ഡ്രസ്സിങ് ഇൻ വേരിയസ് സിറ്റുവേഷനിൽ ആളുകൾ ധരിക്കുന്ന ഡ്രസ്സിനെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആൽബം നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാനാണ്. പല ജോലിക്കനുസരിച്ചും പല ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സ് കളക്ട് ചെയ്ത് ഒരു ആൽബം പ്രിപ്പയർ ചെയ്യുക. ക്ലൈമറ്റ്, customs, positions of power, employment and regional difference influence clothing. നമ്മളുടെ കാലാവസ്ഥ, കസ്റ്റം, നമ്മളെ ഓരോ ആചാര അനുഷ്ഠാനങ്ങൾ, ദെൻ പൊസിഷൻസ് ഓഫ് പവർ, ആളുടെ ഒരു പൊസിഷൻ, എംപ്ലോയ്മെൻറ്റ്, ജോലി, അതുപോലെ റീജിയണൽ ഡിഫറൻസ്, ഓരോ പ്രദേശങ്ങളുടെ ഡിഫറൻസ്, ഇതിനൊക്കെ അനുസരിച്ച് ഡ്രസ്സുകളിൽ മാറ്റങ്ങൾ വരാം. This variety can be seen not only in the clothing but also in jewelry, hats and footwear. ഈ ഒരു വെറൈറ്റി എന്താണ്? ഡ്രസ്സിൽ മാത്രമല്ല, അതുപോലെ നമ്മൾ അതിൻ്റെ കൂടെ ധരിക്കുന്ന ജ്വല്ലറി, ഓർണമെൻറ്റ്സ്, ആഭരണങ്ങൾ, തൊപ്പി, അതുപോലെ തന്നെ പാദരക്ഷ, ചെരുപ്പുകളിലൊക്കെ ഈ മാറ്റങ്ങൾ കാണാം. Nowadays, a lot of diversities and similarities can be seen in clothing and style of dressing. ക്ലോത്തിങ്ങിലും അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ ഒരു സ്റ്റൈലിലൊക്കെ ഒരുപാട് സിമിലാരിറ്റീസും അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റീസും, വ്യത്യസ്തകളും കാണാം, സാമ്യതകളും കാണാം. മോസ്റ്റ് ഓഫ് us ചൂസ് ക്ലോത്തിങ് സ്യൂട്ടബിൾ ഫോർ ക്ലൈമറ്റ് ആൻഡ് കംഫർട്ട് ഫോർ കൺവെയൻസ്. നമ്മളെന്താണ്, നമ്മളുടെ കാലാവസ്ഥയ്ക്കനുസരിച്ചും അതുപോലെ തന്നെ ധരിക്കാനുള്ളൊരു സുഖത്തിനൊക്കെ അനുസരിച്ചാണ് ഡ്രസ്സുകൾ സെലക്ട് ചെയ്യാറുള്ളത്. അനദർ ഏരിയ വേർ ഡൈവേഴ്സിറ്റി ഇൻ ക്ലോത്തിങ് ക്യാൻ ബി സീൻ ഇസ് ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്സ്.
ഈ ഒരു ഡ്രസ്സിലുള്ളൊരു വൈവിധ്യം കാണുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ആർട്ടാണ്, കലകൾ. ഓരോ കലാരൂപങ്ങൾക്കും ഓരോ ടൈപ്പ് ഓഫ് ഡ്രസ്സാണുള്ളത്. ഡോണ്ട് വി ലൈക്ക് ടു എൻജോയ് ആർട്ട് ഫോം വിത്ത് എ വെറൈറ്റി ഓഫ് കളർഫുൾ കോസ്റ്റ്യൂം? കളർഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ധരിച്ചിട്ടുള്ള പല ആർട്ട് ഫോമും കാണാൻ നമുക്കിഷ്ടമാണ്. അപ്പോൾ ഇവിടെ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം കുറച്ച് ആർട്ട് ഫോംസ്. ഇതിൽ ഓരോ ഫോംസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ആളുകൾ ധരിക്കുന്നത്. Observe the costume in the given pictures and identify the art forms to which they are associated and list them. ആ ഒരു മുകളിലുള്ള ആർട്ട് ഫോംസ് ഏതൊക്കെയാണ് എന്ന് ലിസ്റ്റ് ചെയ്യാനാണ്. കഥകളി ഉണ്ട്, പിന്നെ സെക്കൻഡ് വൺ തെയ്യം, ദെൻ മോഹിനിയാട്ടം, കേരള നടനം, ഒപ്പന, ദെൻ നാടകം ഓർ ഡ്രാമ. ഇത്രയും ആർട്ട് ഫോംസ് ആണ് അവിടെ തന്നിട്ടുള്ളത്. ഡിസ്കസ് ദ ഡൈവേഴ്സിറ്റി ഓഫ് കോസ്റ്റ്യൂം ഇൻ വേരിയസ് ആർട്ട് ഫോം. ഡിഫറെൻ്റ് ആയിട്ടുള്ള കലാരൂപങ്ങളിൽ വസ്ത്രങ്ങളിൽ വരുന്ന വൈവിധ്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് ചർച്ച ചെയ്യാനാണ്. ഡിസ്ക്രിമിനേഷൻ ഇൻ ക്ലോത്തിങ്. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ വിവേചനം. വസ്ത്രത്തിൻ്റെ പേരിൽ വിവേചനം നടക്കുന്നുണ്ടോ എവിടെയെങ്കിലും? എന്താണ് വസ്ത്രത്തിൻ്റെ പേരിലുള്ള വിവേചനം എന്ന് നോക്കാം. അവിടെ ഒരു വിളംബരം തന്നിട്ടുണ്ട്, അതെല്ലാവരും വായിച്ച് നോക്കാം കേട്ടോ. This is a proclamation issued by ഉത്തര തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഒരു വിളംബരമാണത്. ദ ദെൻ കിങ് ഓഫ് ട്രാവൻകൂർ ഇൻ 1859 ട്രാവൻകൂർ ഭരിച്ചിരുന്ന രാജാവായിരുന്നു അദ്ദേഹം. ഗ്രാൻഡിങ് ദ റൈറ്റ് ടു വിമൻ ഓഫ് ദ സോ കാൾഡ് ലോവർ കാസ്റ്റ് ഓഫ് സദേൺ കേരള ടു വെയർ അപ്പർ ക്ലോത്ത്സ്. ഇതെന്തിനുള്ള വിളംബരമായിരുന്നു? അന്ന് സദേൺ കേരളത്തിൽ ജീവിച്ചിരുന്ന ലോവർ കാസ്റ്റിലുള്ള വിമണിന് അപ്പർ ഡ്രസ്സ് യൂസ് ചെയ്യാൻ, മേൽക്കുപ്പായം ധരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിളംബരമായിരുന്നു. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ് പ്രൊക്ലമേഷൻ? ഈ വിളംബരത്തിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അന്ന് പണ്ട് കാലത്ത് ഒരു വിഭാഗം ആളുകൾക്ക്, എസ്പെഷ്യലി വിമൺ, എന്താണ്, അവർക്ക് മേൽഭാഗം, ശരീരത്തിൻ്റെ മേൽഭാഗം മറക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. This proclamation reveals the caste system existed at that time prevented certain sections of the people from wearing clothes as they wish. അതായത് കാസ്റ്റ് സിസ്റ്റം, ഈ ഒരു ജാതി വ്യവസ്ഥയുടെ ഭാഗമായി ഒരു കൂട്ടം ആളുകൾക്ക് അവരിഷ്ടപ്പെട്ട രീതിയിൽ ഡ്രസ്സ് ധരിക്കാനുള്ള അവകാശം നമ്മളുടെ നാട്ടിലുണ്ടായിരുന്നില്ല. ട്രാവൻകൂർ എന്താണ്? പ്രിൻസ്ലി സ്റ്റേറ്റ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ കംപ്രൈസിങ് മോസ്റ്റ് ഓഫ് സദേൺ കേരള. സദേൺ കേരളത്തിലുണ്ടായിരുന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന വൺ ഓഫ് ദ മേജർ ആയിട്ടുള്ള സ്റ്റേറ്റ് ആയിരുന്നു. എ സ്മാൾ പാർട്ട് ഓഫ് സെൻട്രൽ കേരള ആൻഡ് കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് ആയിരുന്നു അന്ന്. കേരളത്തിൻ്റെ ഒരു ഭാഗം അതുപോലെ കന്യാകുമാരിയുടെ കൂടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. വിച്ച് ഇസ് നൗ എ പാർട്ട് ഓഫ് തമിഴ്നാട്. ഇപ്പോൾ എന്താണ്? തമിഴ്നാടിൻ്റെ ഭാഗമാണ്. ദ ട്രാവൻകൂർ സ്റ്റേറ്റ് എക്സ്പാൻഡഡ് ഡ്യൂറിങ് ദ റെയിൻ ഓഫ് അനിയം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഇൻ മിഡ് 18th century. 18th century നടുവിലായിട്ട് ഈ ഒരു അനിയം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് ട്രാവൻകൂർ ഒന്നും കൂടെ എക്സ്പാൻഡഡ് ആയി. വിത്ത് ദ ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള ഇൻ 1956 കേരള എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഉണ്ടായപ്പോൾ ദിസ് ബിക്കെയിം എ പാർട്ട് ഓഫ് കേരള. കേരളത്തിൻ്റെ ഭാഗമായി മാറി ഈ ഒരു ട്രാവൻകൂർ. ദെൻ അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ. എന്താണ് അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ? അജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രക്ഷോഭം. During the early 19th century, a certain section of women in southern Travancore made a protest for the right to cover upper parts of their body. 19th centuryയിൽ എ ഗ്രൂപ്പ് ഓഫ് വിമൻ, സദേൺ ട്രാവൻകൂറിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വിമൻ ഒരു പ്രൊട്ടസ്റ്റ് നടത്താണ്. എന്തിന്? അവർക്ക് മേൽഭാഗം, ശരീരത്തിൻ്റെ അപ്പർ പാർട്ട് മറക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട്. അറ്റ് ദ ടൈം ഓൺലി വുമൺ ഹൂ വാസ് സെറ്റ് ടു ബിലോങ് ടു ദ അപ്പർ കാസ്റ്റ് ഹാഡ് ദ റൈറ്റ് ടു വിയർ ദ അപ്പർ ക്ലോത്ത്സ് ആസ് ദേ വിഷ്ഡ്. അന്ന് കാലത്ത് എങ്ങനെയായിരുന്നു? അപ്പർ കാസ്റ്റിലുണ്ടായിട്ടുള്ള ആളുകൾ, മേൽജാതിയിലുള്ള ആളുകൾക്ക് മാത്രമേ, ആ വിമൻസിന് മാത്രമേ അപ്പർ ക്ലോത്ത് ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. വിമൻ ഓഫ് ദ സോ കാൾഡ് ലോവർ കാസ്റ്റസ് ഡിഡ് നോട്ട് ഹാവ് ദ റൈറ്റ് ടു കവർ അപ്പർ പാർട്ട് ഓഫ് ദെയർ ബോഡി ഇൻ ഫ്രണ്ട് ഓഫ് ദ അപ്പർ കാസ്റ്റ്. ലോവർ കാസ്റ്റിലുള്ള വിമൻ എന്താണ്? മേൽക്കുപ്പായം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ദിസ് പ്രൊട്ടസ്റ്റ് ഈസ് നോൺ ഇൻ ദ ഹിസ്റ്ററി ആസ് അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ. ഈ ഒരു അപ്പർ ക്ലോത്ത് ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടത്തിയ ഈ ഒരു പോരാട്ടത്തിനെയാണ് അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ എന്ന് പറയുന്നത്. ഡിസ്കസ് ആൻഡ് മേക്ക് നോട്ട് അബൌട്ട് ദ വയലേഷൻ ഓഫ് റൈറ്റ്സ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ക്ലോത്തിങ്. വസ്ത്രങ്ങളുടെ പേരിലുണ്ടായിരുന്ന ഒരു വയലേഷൻ ഓഫ് റൈറ്റ്സ്, അവകാശങ്ങൾ നിഷേധിക്കുന്നതിനെ പറ്റി കുറച്ചുകൂടെ കാര്യങ്ങൾ അറിഞ്ഞ് ഡിസ്കസ് ചെയ്ത് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ്. ക്ലോത്ത് ആസ് എ വെപ്പൺ ഓഫ് അജിറ്റേഷൻ. പ്രതിഷേധത്തിൻ്റെ ഒരു ആയുധമായിട്ട് വസ്ത്രം മാറിയത് എങ്ങനെ എന്നാണ്. Clothes has been used in the past as a weapon against various forms of exploitation.
പലതരം ചൂഷണങ്ങൾക്കെതിരെയുള്ള ഒരു ആയുധമായിട്ട് വസ്ത്രങ്ങൾ യൂസ് ചെയ്തിരുന്നു. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എമംഗ് ദം വാസ് ദ സ്ട്രഗിൾ ലെഡ് ബൈ മഹാത്മാഗാന്ധി ഇൻ ഇന്ത്യാസ് ഫ്രീഡം മൂവ്മെൻറ്റ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇന്ത്യയുടെ ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ സമയത്ത് ഗാന്ധിജി ചെയ്തിട്ടുള്ള ആ ഒരു ഫൈറ്റ്, ഒരു സ്ട്രഗിൾ. ഗാന്ധി മെയ്ഡ് ഖാദി, ചർക്ക ആൻഡ് ബോയ്കോട്ട് ഫോറിൻ ഗുഡ്സ് ആസ് പാർട്ട് ഓഫ് ദ ഫ്രീഡം സ്ട്രഗിൾ. ഗാന്ധി എന്താ ചെയ്തത്? ഖാദി വസ്ത്രങ്ങൾ ഉണ്ടാക്കി, ചർക്ക ഉപയോഗിച്ച് നെയ്ത് ഖാദി ഡ്രസ്സ് ഉണ്ടാക്കിക്കൊണ്ട് ഫോറിൻ ഗുഡ്സ്, വിദേശത്ത് നിന്ന് വരുന്ന വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ പറഞ്ഞു. ഹി എൻകറേജ്ഡ് ഖാദി ക്ലോത്ത്സ് മെയ്ഡ് ബൈ സ്പിന്നിങ് ദ ചർക്ക. ചർക്ക സ്പിൻ ചെയ്തുകൊണ്ട് ഖാദി ക്ലോത്ത്സ് ഉണ്ടാക്കി അത് യൂസ് ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിച്ചു. ഹി എക്സോർട്ടഡ് പീപ്പിൾ ടു വിയർ ഖാദി ക്ലോത്ത്സ്. ഗാന്ധിജി ഡിമാൻഡഡ് ടു ബോയ്കോട്ട് ഫോറിൻ ക്ലോത്ത്സ് ബൈ മേക്കിംഗ് ആൻഡ് വിയറിംഗ് ഇൻഡിജീനസ് ക്ലോത്ത്സ്. ഓരോ നാട്ടിലും അവർക്ക് ആവശ്യമായിട്ടുള്ള ക്ലോത്ത് അവർ തന്നെ നെയ്തുണ്ടാക്കി യൂസ് ചെയ്യണം എന്നാണ് ഗാന്ധി പറഞ്ഞത്. ഈ വിദേശത്തിൽ നിന്ന് വരുന്ന ഡ്രസ്സുകളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു. യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് ഡ്രസ്സുകൾ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു, അതൊക്കെ നിഷേധിക്കാൻ പറഞ്ഞു ഗാന്ധി. ഈ രണ്ട് പിക്ചറിൽ, ഫസ്റ്റ് പിക്ചറിൽ പറയുന്നത് എന്താണ്? ഇന്ത്യൻ പീപ്പിൾ ബോയ്കോട്ടിങ് ആൻഡ് ബേണിംഗ് ഫോറിൻ ക്ലോത്ത്സ്. ഫോറിൻ ക്ലോത്ത്സ് നിരോധിച്ചുകൊണ്ട് ആളുകൾ അത് കൂട്ടിയിട്ട് കത്തിക്കാണ്. രണ്ടാമത്തെ പിക്ചറിൽ ഗാന്ധിജി ചർക്കയിൽ നൂൽക്കുന്നതാണ്. ഗാന്ധിജി ടേൺഡ് ദ ഫ്രീഡം സ്ട്രഗിൾ ഇൻ ടു എ മാസ് മൂവ്മെൻറ്റ് ബൈ മേക്കിംഗ് ക്ലോത്ത്സ് ആസ് വെപ്പൺ ഓഫ് സ്ട്രഗിൾ. ഗാന്ധി എന്താണ്? ക്ലോത്ത് മേക്കിങ്ങിനെ ഒരു വെപ്പണായി യൂസ് ചെയ്തുകൊണ്ട് ഫ്രീഡം സ്ട്രഗിളിനെ ഒരു വലിയ മൂവ്മെൻ്റാക്കി മാറ്റി. ചർക്ക ബിക്കം എ സിംബൽ ഓഫ് ദ സ്വദേശി മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. ചർക്ക എന്ന് പറയുന്ന സ്വദേശി മൂവ്മെൻറ്റിൻ്റെ ഒരു സിംബലായി മാറി. വീവിങ് ഖാദി ക്ലോത്ത്സ് ആൻഡ് ഖാദി ക്യാപ്സ് ബിക്കം എ സിംബൽ ഓഫ് പാട്രിയോട്ടിസം, രാജ്യസ്നേഹത്തിൻ്റെ ഒരു അടയാളമായി മാറി ഈ ഒരു ഖാദി ഡ്രസ്സുകൾ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഖാദിയുടെ തൊപ്പികൾ ധരിക്കുന്നതൊക്കെ. ദ സ്വദേശി മൂവ്മെൻറ്റ്. എന്താണ് സ്വദേശി മൂവ്മെൻറ്റ്? സ്വദേശി മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ഓൺ 7th August 1905. 7th August 1905 ഈ ഒരു സ്വദേശി മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് ആസ് പാർട്ട് ഓഫ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് നടന്നതാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് എയിംസ് ടു ബോയ്കോട്ട് ദ ബ്രിട്ടീഷ് മെയ്ഡ് ഗുഡ്സ് ആൻഡ് പ്രൊമോട്ട് ദ പ്രൊഡക്ഷൻ ആൻഡ് യൂസ് ഓഫ് ഇന്ത്യൻ മെയ്ഡ് ഗുഡ്സ്. അതായത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കളൊക്കെ ബോയ്കോട്ട് ചെയ്യുക, നിരോധിക്കുക. എന്നിട്ട് എന്താണ്? ഇന്ത്യയിൽ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച് യൂസ് ചെയ്യുക. ഇതാണ് ഈ സ്വദേശി മൂവ്മെൻറ്റ്. August 7, which marked the beginning of Swadeshi movement, has been observed as National Handloom Day ഇൻ ഇന്ത്യ സിൻസ് 2005. August 7 ഒരു സ്വദേശി മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു ദിവസത്തെ ഇന്ന് നമ്മൾ നാഷണൽ ഹാൻഡ്ലൂം ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ദ ഖാദി മൂവ്മെൻറ്റ്. ഖാദി വസ്ത്രങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഖാദി മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ ഇൻ 1918 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ 1918 ഈ ഒരു ഖാദി മൂവ്മെൻറ്റ് തുടങ്ങിയത്. ഖാദി ഹാസ് എ ഡിസ്റ്റിങ്ക്റ്റീവ് പ്ലേസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യാസ് ഫ്രീഡം സ്ട്രഗിൾ. ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിളിൽ ഖാദിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട്. ആസ് ഖാദി മൂവ്മെൻറ്റ് ഗെയിൻ ദ മൊമെൻറ്റം ഓഫ് ദ sound of charka rose from the Indian villages, then khadi clothing spread all over India. ചർക്കയിൽ നൂൽ നെയ്ത് ഖാദി വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഗാന്ധിജി പ്രൊമോട്ട് ചെയ്തു. അങ്ങനെയാണ് ആ ഒരു ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൽ ഖാദി എന്ന വസ്ത്രത്തിനും ചർക്കക്കൊക്കെ കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ് വരാൻ തുടങ്ങിയത്. ഹൗ ഡിഡ് ചർക്ക ആൻഡ് ഖാദി ക്ലോത്തിങ് ബിക്കം എ വെപ്പൺ ഓഫ് അജിറ്റേഷൻ അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്, മേക്ക് എ പോസ്റ്റർ ആൻഡ് ഡിസ്പ്ലേ ഇൻ ക്ലാസ്. എന്നാണ് ഖാദി വസ്ത്രങ്ങളും അതുപോലെ തന്നെ ചർക്കയും എങ്ങനെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ആയുധമായത് എന്ന് കാണിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ നിർമ്മിക്കാനാണ്. ന്യൂ ട്രെൻഡ്സ് ഇൻ ക്ലോത്തിങ്. വസ്ത്രങ്ങളിൽ വന്ന പുതിയ ട്രെൻഡുകൾ എന്തൊക്കെയാണ്? ഡു യു ലൈക്ക് ടു വിയർ സെയിം ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് ഓൾ ടൈം? എല്ലാ സമയത്തും ഒരേ തരത്തിലുള്ള ഡ്രസ്സ് ധരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? വാട്ട് ആർ യുവർ പ്രിഫറൻസസ് ഇൻ ഡ്രസ്? എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രിഫറൻസ് ഡ്രസ്സിങ്ങിനെ കുറിച്ച്? നിങ്ങളുടെ ചോയ്സസ് എന്തൊക്കെയാണ്? ഒബ്സർവ് ദ പിക്ചർ. ഈ പിക്ചറിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡ്രസ്സസ് നിങ്ങൾക്ക് കാണാം. പുതിയതായിട്ട് വന്ന ട്രെൻഡ്സിലൊക്കെ ഉള്ള പല വസ്ത്രങ്ങളാണ് ഇതിൽ കാണുന്നത്. ചേഞ്ചസ് ടേക്ക് പ്ലേസ് ഡേ ബൈ ഡേ, നോട്ട് ഓൺലി ഇൻ ദ മെത്തഡ് ഓഫ് പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് ബട്ട് ആൾസോ ഇൻ ദ ഡിസൈൻ, സ്റ്റൈൽ ആൻഡ് യൂസ് ഓഫ് ക്ലോത്ത്സ്. വസ്ത്രങ്ങളുടെ ഈ ഒരു വസ്ത്രനിർമ്മാണത്തിൽ എന്താണ് ഓരോ ദിവസവും മാറ്റം വരികയാണ്. അത് ഏതിലൊക്കെ മാറ്റം വരുന്നുണ്ട്? പ്രൊഡക്ഷനിൽ, അതുപോലെ തന്നെ ഡിസൈന്, സ്റ്റൈല്, യൂസ് ചെയ്യുന്ന ക്ലോത്ത്, ഇതിലൊക്കെ മാറ്റം വരുന്നുണ്ട്.
പേഴ്സണൽ പ്രിഫറൻസസ്, ഇൻട്രസ്റ്റ് ആൻഡ് കൺവീനിയൻസ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ് ടുഡേയ്സ് ക്ലോത്തിങ്. ഒരാളുകളുടെ ചോയ്സ് എന്ത് തരം ഡ്രസ്സ് ധരിക്കണം, പിന്നെ അതുപോലെ തന്നെ ഒരു കൺവീനിയൻസ്, ധരിക്കാനുള്ള സുഖം, ഇതിനൊക്കെ അനുസരിച്ച് ഡ്രസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ദർ ഇസ് എൻ ഇൻട്രസ്റ്റിംഗ് ഡെവലപ്മെൻറ്റ് ഇൻ ദ ക്ലോത്തിങ് ആൾസോ അലോങ് വിത്ത് എ ചേഞ്ച് ഇൻ ബ്യൂട്ടി കോൺസെപ്റ്റ്. അതുപോലെ തന്നെ ബ്യൂട്ടി കോൺസെപ്റ്റ്, സൗന്ദര്യം എന്നുള്ള ഒരു കോൺസെപ്റ്റിനനുസരിച്ചും ഡ്രസ്സിൽ മാറ്റം വരുന്നുണ്ട്. അഡ്വർടൈസ്മെൻറ്റ്, പരസ്യങ്ങൾ, മൂവി, സിനിമ, സോഷ്യൽ മീഡിയ, ഇതൊക്കെ നമ്മൾ ഡ്രസ്സിൻ്റെ ചോയ്സ് ഓഫ് ക്ലോത്തിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പരസ്യങ്ങളിലും സിനിമകളിലൊക്കെ കാണുന്ന പുതിയ മോഡൽ ഡ്രസ്സുകൾ ധരിക്കാനാണ് നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നത്. ഓർഗനൈസ് എ ഡിസ്കഷൻ ഓൺ ഹൗ അഡ്വർടൈസ്മെൻറ്റ്സ്, മൂവീസ്, സോഷ്യൽ മീഡിയ എക്സെട്ര ഇൻഫ്ലുവൻസ് ദ ചോയ്സ് ഓഫ് ക്ലോത്തിങ്. എങ്ങനെയാണ് സിനിമകളും പരസ്യങ്ങളും സോഷ്യൽ മീഡിയകളൊക്കെ നമ്മളെ ഡ്രസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്നതിനെക്കുറിച്ചൊരു ചർച്ച നടത്താനാണ്. A lot of employment opportunities are opening up today in the field like fashion designing and embroidery. ഫാഷൻ ഡിസൈനിങ് അതുപോലെ തന്നെ എംബ്രോയിഡറിയിലൊക്കെ ഒരുപാട് തൊഴിൽ സാധ്യതകൾ ഇന്ന് ഓപ്പണായി വന്നിട്ടുണ്ട്. ടുഡേ ഫാഷൻ ഡിസൈനിങ് ഹാസ് ഗ്രോൺ ഇൻ ടു എ ഫീൽഡ് ഓഫ് സ്റ്റഡി വിത്ത് ഇമ്മെൻസ് എംപ്ലോയ്മെൻറ്റ് പൊട്ടൻഷ്യൽ. ഒരുപാട് ജോലി സാധ്യതയുള്ള ഒരു മേഖലയായിട്ട് ഇന്ന് ഫാഷൻ ഡിസൈനിങ് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിക്ചറിൽ എംബ്രോയിഡേർഡ് ക്ലോത്ത്, അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞ രണ്ട് പിക്ചർ കാണാം. ക്ലോത്തിൽ എംബ്രോയിഡറി ചെയ്തിട്ടുള്ളതാണ് ഒന്നാമത്തത്. ലെറ്റ്സ് സീ വാട്ട് ആർ ദ എംപ്ലോയ്മെൻറ്റ് സെക്ടേഴ്സ് ഇൻ ക്ലോത്ത് മാനുഫാക്ചറിങ് സെക്ടർ. ക്ലോത്ത് മാനുഫാക്ചറിങ് സെക്ടറിലുള്ള പല ജോലികളുടെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ വീവിങ് ഉണ്ട്, ആ ഒരു വസ്ത്രം നെയ്യുന്നത്. ദെൻ കോസ്റ്റ്യൂം ഡിസൈൻ, സീവിങ് എന്നാണ് തുന്നൽ, എംബ്രോയിഡറി, ദെൻ ഡിസൈനിങ്, ഡൈയിങ്, ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കുന്നത്, ദെൻ സ്പിന്നിങ്. ഇത്രയും ജോബാണ് അതിലുള്ളത്, ഒരു എംപ്ലോയ്മെൻറ്റ് സെക്ടേഴ്സ്. ഹൗ ക്യാൻ വി കൺവേർട്ട് ദ യൂസ്ഡ് ആൻഡ് അൺവാണ്ടഡ് ക്ലോത്തിങ് ഇൻ ടു യൂസ്ഫുൾ മെറ്റീരിയൽസ്. എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത് പഴകിയ, ഇപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ക്ലോത്ത്സൊക്കെ നമുക്ക് ഉപയോഗമുള്ള വസ്തുക്കളാക്കി മാറ്റുക എന്നാണ് ചോദിച്ചത്. ഇവിടെ കുറച്ച് ന്യൂസ് പേപ്പറിൻ്റെ ഹെഡ്ലൈൻസാണ് തന്നിട്ടുള്ളത്. ടാലൻസ് അറ്റ് ദ വർക്ക് എക്സ്പീരിയൻസ് ഫെയർ വിത്ത് കാർപ്പറ്റ്സ് മെയ്ഡ് ഫ്രം സ്ക്രാപ്പ് ക്ലോത്ത്സ്. ആവശ്യമില്ലാത്ത വസ്ത്രങ്ങളിൽ നിന്നും ചവിട്ടി ഉണ്ടാക്കുന്നതിന് പറ്റിയിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. ദെൻ സെക്കൻഡ് വൺ, മലപ്പുറം ഡിസ്ട്രിക്ട് പഞ്ചായത്ത് വിത്ത് എ പ്രോജക്റ്റ് ടു മേക്ക് ഹാൻഡിക്രാഫ്റ്റ് പ്രോഡക്ട്സ് ഫ്രം ഓൾഡ് ക്ലോത്തിങ്. പഴയ ഡ്രസ്സിൽ നിന്ന് ഹാൻഡിക്രാഫ്റ്റ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച്. ആൻഡ് വടകര മുനിസിപ്പൽ കോർപ്പറേഷൻ വിത്ത് എ പ്രോജക്റ്റ് ഗിവ് us സാരീസ് വി വിൽ ഗിവ് യു ബാഗ്. സാരീസിൽ നിന്ന് ബാഗ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ആ ന്യൂസ്. ദെൻ വോളണ്ടറി ഓർഗനൈസേഷൻസ് വിത്ത് എ മിഷൻ ടു കളക്ട് ക്ലോത്തിങ് ഫോർ റിലീഫ് ക്യാമ്പ്. ഓരോ വീടുകളിൽ നിന്നും നല്ലതായിട്ടുള്ള അവരുപയോഗിക്കാത്ത ഡ്രസ്സുകൾ കളക്ട് ചെയ്ത് ക്യാമ്പുകളിൽ എത്തിക്കുന്നതിനെ കുറിച്ചാണ് ആ ഒരു ന്യൂസ്. ഒബ്സർവ് ദ ഗിവൺ ഹെഡ്ലൈൻസ്. ഈ തന്നിരിക്കുന്ന ഹെഡ്ലൈൻസൊക്കെ ഒന്ന് നോക്കാനാണ്. ഡു യു യൂസ് ഓൾ ദ ക്ലോത്ത്സ് യു ബൈ. നിങ്ങൾ വാങ്ങിക്കുന്ന എല്ലാ വസ്ത്രങ്ങളും നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യാറുണ്ടോ? ഹാവ് യു ട്രൈഡ് മേക്കിംഗ് ഹാൻഡിക്രാഫ്റ്റ്സ് ഫ്രം ദ യൂസ്ഡ് ക്ലോത്ത്സ്. ഈ യൂസ്ഡ് ക്ലോത്ത്സിൽ നിന്നും എന്തെങ്കിലുമൊക്കെ മറ്റ് ഉപയോഗമുള്ള വസ്തുക്കൾ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ ചവിട്ടി, ബാഗ്, വീട് അലങ്കരിക്കാനുള്ള വസ്തുക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? ടുഡേ ടൺസ് ഓഫ് ക്ലോത്ത്സ് ആർ ത്രോൺ അവേ ഓൾ അറൗണ്ട് ദ വേൾഡ്. നമ്മുടെ വേൾഡിൽ ടണ്ണ് കണക്കിന് വസ്ത്രങ്ങളാണ് വെറുതെ ആളുകൾ എറിഞ്ഞു കളയുന്നത്. ദിസ് അഡ്വേഴ്സ്ലി അഫക്ട്സ് എൻവിറോൺമെൻറ്റ്. നമ്മൾ പ്രകൃതിയെ എന്താണ് പ്രതികൂലമായിട്ട് ബാധിക്കും. ദ വോളിയം ഓഫ് അൺയൂസ്ഡ് ആൻഡ് ഡിസ്കാർഡഡ് ക്ലോത്ത്സ് ഈസ് ഇൻക്രീസിങ് ഇൻ അവർ കൺട്രി. ഈ ഒരു അൺയൂസ്ഡ് ആയിട്ടുള്ള ആളുകൾ വലിച്ചെറിഞ്ഞ് കളയുന്ന ഡ്രസ്സിൻ്റെ ആ ഒരു അളവ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഹൗ ക്യാൻ സച്ച് ക്ലോത്ത്സ് ബി റീയൂസ്ഡ്. എങ്ങനെയാണ് അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ റീയൂസ് ചെയ്യാൻ പറ്റുക? ആ പിക്ചർ നോക്കൂ, അതിൽ വസ്ത്രങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പല ഐറ്റംസുമാണ്. ക്യാൻ വി ആൾസോ മേക്ക് സച്ച് ക്രാഫ്റ്റ് പ്രോഡക്ട്സ്. നമുക്കും അതുപോലത്തെ പ്രോഡക്ട്സ് ഉണ്ടാക്കിക്കൂടെ എന്നാണ് ചോദ്യം. ഇഫ് വി ഒബ്സർവ് ദ ഹിസ്റ്റോറിക്കൽ ടൈം ലൈൻ ഓഫ് ക്ലോത്തിങ് വി ക്യാൻ സീ ദാറ്റ് ഇൻ ദ ഏർലി ഡേയ്സ് പ്രൊട്ടക്ഷൻ ഓഫ് ബോഡി വാസ് ഗിവൺ ഇമ്പോർട്ടൻസ്. പണ്ട് കാലത്ത് ഈ ഒരു വസ്ത്രങ്ങളുടെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ആദ്യം ഡ്രസ്സ് വന്നത് എന്തിനായിരുന്നു? ആ ഒരു ബോഡി, നമ്മളെ ശരീരത്തിന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഫോളോയിങ് ദാറ്റ് ദ ജോഗ്രഫി ആൻഡ് ക്ലൈമറ്റ് ഇൻഫ്ലുവൻസ് ദ മാനുഫാക്ചറിങ് ഓഫ് ക്ലോത്ത് ആൻഡ് സ്റ്റൈൽ ഓഫ് ക്ലോത്തിങ്. പിന്നീട് എന്താണ്, ഓരോ പ്രദേശങ്ങളും അതുപോലെ തന്നെ ഓരോ ക്ലൈമറ്റിനനുസരിച്ചൊക്കെ വസ്ത്രങ്ങളിൽ മാറ്റം വരാൻ തുടങ്ങി. പിന്നെ ചേഞ്ചിങ് ബ്യൂട്ടി കോൺസെപ്റ്റ് ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഇൻഫ്ലുവൻസ് സ്റ്റൈൽ ഓഫ് കണ്ടംപററി ക്ലോത്തിങ്. പിന്നീട് ആളുകളുടെ ഒരു ബ്യൂട്ടി കോൺസെപ്റ്റും ഡൈവേഴ്സിറ്റീസിനനുസരിച്ച് ഡ്രസ്സിൽ വീണ്ടും മാറ്റം വരാൻ തുടങ്ങി. ഡോണ്ട് വി ഫീൽ മോർ പ്രൗഡ് ആൻഡ് കോൺഫിഡൻറ്റ് വെൻ വി വിയർ അവർ ഫേവറേറ്റ് ക്ലോത്ത്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലോത്ത്സ് ധരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പ്രൗഡ്, അഭിമാനവും കോൺഫിഡൻസും ഒക്കെ തോന്നാറില്ലേ?
ക്ലോത്തിങ് വിച്ച് ഇസ് വൺ ഓഫ് ദ ബേസിക് ഹ്യൂമൻ നീഡ്സ് ഷുഡ് ബി അവൈലബിൾ ടു ഓൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി എന്നാണ്. ക്ലോത്തിങ്, ഡ്രസ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ നീഡാണ്. അതെല്ലാവർക്കും അവൈലബിൾ ആയിരിക്കണം. സൊസൈറ്റിയിലുള്ള എല്ലാ ആളുകൾക്കും ആവശ്യത്തിനുള്ള ഡ്രസ്സ് അവൈലബിൾ ആയിരിക്കണം. വി ക്യാൻ ആൾസോ ബി എ പാർട്ട് ഓഫ് സച്ച് ആക്ടിവിറ്റീസ്. അതിനു വേണ്ടി ഉള്ള ആക്ടിവിറ്റീസിൽ നമുക്കും ഒരു ഭാഗമാവാം എന്നാണ് പറഞ്ഞത്. ഇനി ഈ ചാപ്റ്ററിലുള്ള കുറച്ച് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ഒന്ന് നോക്കാം. വിസിറ്റ് എനി ഹാൻഡ്ലൂം സെൻറ്റർ ഇൻ യുവർ ഏരിയ ആൻഡ് ഗെദർ ഇൻഫർമേഷൻ അബൌട്ട് ഇറ്റ്സ് മെത്തേഡ് ഓഫ് ക്ലോത്ത് മാനുഫാക്ചറിങ്. നിങ്ങളുടെ ഏരിയയിലുള്ള ഏതെങ്കിലും ഒരു ഹാൻഡ്ലൂം സെൻറ്റർ വിസിറ്റ് ചെയ്യുക. എന്നിട്ട് അവരെങ്ങനെയാണ് ഡ്രസ്സ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാനാണ്. Prepare an album based on the topic diversity of clothing in Indian states by collecting pictures of diverse styles of clothing in various states. Diversity of clothing in Indian state എന്നുള്ള ടോപ്പിക്കിൽ ഒരു ആൽബം ഉണ്ടാക്കാനാണ്. ഇന്ത്യയിലുള്ള ഓരോ സ്റ്റേറ്റിലും ആളുകൾ എങ്ങനത്തെ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത് അതിൻ്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് ഒരു ആൽബം ഉണ്ടാക്കുക. Third one, we live in an age in which a wide variety of clothing is readily available. നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ കാലം എങ്ങനെയാണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള വെറൈറ്റിയുള്ള ഡ്രസ്സുകൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ലഭിക്കും. ബട്ട് അവൈലബിലിറ്റി ഓഫ് ക്ലോത്ത്സ് വാസ് ലിമിറ്റഡ് ഇൻ ഏർലിയർ ടൈംസ്. പണ്ട് കാലത്ത് എന്താണ്, ക്ലോത്തിൻ്റെ അവൈലബിലിറ്റി വളരെയധികം ലിമിറ്റഡ് ആയിരുന്നു. ആസ്ക് ദ എൽഡേഴ്സ് ഇൻ യുവർ ഫാമിലി അബൌട്ട് ദ ചേഞ്ചസ് ഇൻ ക്ലോത്തിങ് ആൻഡ് സ്റ്റൈൽ ആൻഡ് മേക്ക് എ നോട്ട്. നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്ന ആളുകളോട് ചോദിക്കുക എന്തൊക്കെ മാറ്റങ്ങളാണ് വസ്ത്രങ്ങളിൽ വന്നത്, അവരുടെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു വസ്ത്രം ഉണ്ടാക്കിയിരുന്നത്, എന്ത് തരത്തിലുള്ള വസ്ത്രമായിരുന്നു അവർ ധരിച്ചിരുന്നത്, ഇപ്പം എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നത് എന്നൊക്കെ അവരോട് ചോദിച്ചിട്ടൊരു നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ്. Collect pictures of different art forms and make an album titled Costumes Diversity in Art. ആർട്ട് ഫോം, ഡിഫറെൻ്റ് ആയിട്ടുള്ള കലാരൂപങ്ങൾക്ക് ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ വസ്ത്രങ്ങളുടെ പിക്ചേഴ്സ് കളക്ട് ചെയ്ത് ഒരു ആൽബം ഉണ്ടാക്കുക. ഇപ്പോൾ നമ്മൾ നേരത്തെ പിക്ചറിൽ കണ്ടു കഥകളിയുടെ വസ്ത്രം, ഒപ്പനയുടെ വസ്ത്രം, ഡ്രാമയുടെ വസ്ത്രമൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പിക്ചേഴ്സ് കളക്ട് ചെയ്ത് ആൽബം ഉണ്ടാക്കുക. Collect old clothes from your home and do craft work with them. Present them സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ വീട്ടിലെ പഴയ വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ട് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ക്രാഫ്റ്റ് ചെയ്യുക. Then last one, set up a clothing collection center in the school to collect old clean clothes and deliver them to old age homes, orphanage and relief camps near your school with the help of teacher. നിങ്ങളുടെ ടീച്ചറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് സ്കൂളിൽ എന്താണ് ഒരു ക്ലോത്ത് കളക്ഷൻ സെൻറ്റർ ഉണ്ടാക്കുക. എന്നിട്ട് ഓരോ വീടുകളിലും യൂസ് ചെയ്യാതെ ഇരിക്കുന്ന നല്ല വസ്ത്രങ്ങൾ, ധരിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് അത് ഓൾഡ് ഏജ് ഹോം, ഓർഫനേജ് അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എത്തിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ചാപ്റ്ററിൻ്റെ ഒരു ക്വിക്കായിട്ടുള്ള എക്സ്പ്ലനേഷനാണ് ഇപ്പോൾ ഞാൻ തന്നത്. നിങ്ങൾക്ക് എല്ലാ ഭാഗവും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. താങ്ക് യു ഓൾ.